അപ്പോൾ മക്കളെ, മാഞ്ഞാളം മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പൊന്നു പറയുന്ന മാതിരി വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓൻ്റെ ഒരു ഭാഷയിൽ പറയുമ്പോൾ ബെല്ലൈക്കൺ അങ്ങോട്ട് കുത്തിയാണ് പൊട്ടിച്ചു. അപ്പോൾ ഇന്ന് പൊന്നുവിൻ്റെ സ്കൂളത്തെ സ്പോർട്സാണ്. പൊന്നുവിൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാനും പഠിച്ചു തുടങ്ങിയത് ഈ സ്കൂളിലാണ്, AMLP സ്കൂൾ പുളിക്കൽപ്പറമ്പ്. അപ്പോൾ പരിപാടി നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ മങ്കട ഹൈസ്കൂളിലാണ്. പുളിക്കൽപ്പറമ്പ് സ്കൂളിൽ സ്പോർട്സ് നടത്താനുള്ളൊരു സൗകര്യം കുറവ് മൂലം ഇവിടെ ഗ്രൗണ്ടിലാക്കാനുള്ള തീരുമാനത്തിലെത്തിയാണ്ട് അപ്പോൾ 2 ദിവസം മുന്നേ നടത്തണമെന്ന് ഉദ്ദേശിച്ചൊരു പരിപാടിയായിരുന്നു. പക്ഷേ മഴ കാരണം ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ എന്തായാലും ഇന്ന് മക്കൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾ ഉഷാറായിട്ട് കാണും. നമ്മളെ ചെറിയ ചെറിയ കുട്ടികളെ പരിപാടികൾ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ പൊന്നുവിൻ്റെ ഒരു 3-4 ഐറ്റം പരിപാടിക്കും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൻ്റെ കൂടെ പോകുന്നതാണ്. എന്തായാലും കുട്ടികൾ ഒരുപാടുണ്ട്. ഇവരൊക്കെ ചെറിയ ചെറിയ കുട്ടികളെ നമുക്കിത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. അപ്പോൾ എന്തായാലും അവർ അടിച്ച് പൊളിക്കട്ടെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി വീഡിയോ കണ്ടോളൂ. ഓക്കെ. അപ്പോൾ ട്രാക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 100 മീറ്റർ 1ഉം 2ഉം ക്ലാസ്സിലുള്ള 100 മീറ്റർ മത്സരമാണല്ലേ ബോയ്സിൻ്റെ. അപ്പോൾ അതാ പൊന്നു ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പൊന്നുവിന്. അപ്പോൾ എന്തായാലും ടീച്ചേഴ്സ് പോലെ ചെസ്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അവരെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ടീം ഇതാ വരുന്നു. എന്തിനാണ് കുട്ടികളൊക്കെ നല്ല സ്മാർട്ടായിട്ട് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സും നല്ല പ്രോത്സാഹനം, അതാണല്ലോ മെയിൻ. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സ്പോർട്സിനൊക്കെ എനിക്കും നല്ല താല്പര്യമുള്ള ഇതായിരുന്നു ഇതൊക്കെ. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് ഓടുന്നുണ്ട്. ഇങ്ങനെ വന്ന എന്ത് സുഖം. അപ്പോൾ തൊട്ടപ്പുറത്തെ ട്രാക്കിൽ 50 മീറ്റർ LKG UKG കുട്ടികളുടെ മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ പൊന്നു ഈ ട്രാക്കിലായതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികൾ അവിടെ ഉഷാറായിട്ട് കൊണ്ടുവരണം. ഇവിടെ മത്സരം തുടർന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഗേൾസിൻ്റെ 100 മീറ്റർ ഓട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോയ്സിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് കുട്ടികൾ തകർക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ ട്രാക്കിൽ ഫൈനൽ നടക്കാൻ പോവാണ്. ബോയ്സിൻ്റെ 1ഉം 2ഉം ഉൾപ്പെടുന്ന ബോയ്സിൻ്റെ ഫൈനൽ നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫിനിഷിംഗ് പോയിന്റിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുത്തെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഫസ്റ്റും സെക്കൻഡും നമ്മളെ പൊന്നിന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ട്രാക്കിലാണ് 50 മീറ്റർ റണ്ണിങ് നടക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം. പൊന്നിന് ഇനി അടുത്ത ഇത് ഇവിടെയാണ് 100 മീറ്റർ ഓൻ്റെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാക്കിൽ കുറച്ച് കുട്ടികളുടെ കൂടി നടക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അപ്പുറത്തെ ട്രാക്കിൽ 50 മീറ്റർ തുടങ്ങും. അപ്പോൾ എന്തായാലും ചെക്കന്മാർക്ക് ഉഷാറായിട്ട് ഓടുന്നുണ്ട്. ടീച്ചർമാരാണെങ്കിലും നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 50 മീറ്ററിൻ്റെ ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പൊന്നു ഈ സൈഡിൽ ആൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ? ഫസ്റ്റും സെക്കൻഡും തേർഡും അവർ തിരഞ്ഞെടുത്ത് കണ്ട് ഇവിടെ ഇരുത്തിക്കണം. അതുപോലെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാൻ നിൽക്കണം, സെമി ഫൈനൽ.
അപ്പോൾ പൊന്നുവിൻ്റെ സെമി ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാ ഈ സൈഡിൽ തന്നെ വരുന്നുണ്ട്. ആൾ ഫസ്റ്റിൽ തന്നെ വന്ന് അതാ സെമി ഫൈനൽ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ സെമി ഫൈനലിൽ 3ാമത്തെ ടീം. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഇനി ഫൈനൽ മത്സരം നടക്കാൻ പോകണേ. ഫൈനൽ മത്സരത്തിൽ ഇതാ വമ്പിച്ച പോരാട്ടം. പൊന്നുതാ സെക്കൻഡിലേക്ക് മാറി. അപ്പോൾ ഫൈനലിൽ സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ജമ്പിങ് ആണ്. കണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ നല്ല രസമാണ്. പല ചാട്ടം കാണാൻ ഭയങ്കര രസമാണ്. ടീച്ചർമാർ പറഞ്ഞോടത്തേക്കാൻ ചാടുന്നു. അപ്പോൾ പൊന്നുവിൻ്റെ 100 മീറ്ററും 50 മീറ്ററും കഴിഞ്ഞതാ ജമ്പിങ്ങിൽ ആൾ തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അത് ചെറിയണ്ടില്ലേ? അപ്പോൾ എന്തായാലും എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇപ്പോൾ ആ കുട്ടി ഈ ടാപ്പ് കുടിക്കണതാണ് ഫസ്റ്റിൽ നിൽക്കണം. അപ്പോൾ ലൈന് കറക്റ്റായിട്ട് കുറച്ചുകൂടി ഫ്രണ്ട്. ആള് ഉഷാറായിട്ട് ചാടിയുണ്ട്. അപ്പോൾ ജമ്പിങ്ങിൽ ഫൈനൽ മത്സരം ഇതാ പൊന്നു ചാടാൻ റെഡിയായി നിൽക്കുകയാണ്. അതാ അപ്പോൾ അതിൽ തേർഡാണ് പറയുന്നത്. അപ്പോൾ ജമ്പിങ്ങിൽ തേർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മത്സരം ഇതാ അച്ചിങ്ങ വെറുക്കൽ. നമ്മളെ കാലത്തൊക്കെ അച്ചിങ്ങ എന്ന് വെച്ചിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഉരുളങ്കിഴങ്ങാണ്. കുട്ടികൾ ചെറിയ കുട്ടികളുണ്ട്. കാണുമ്പോൾ ഭയങ്കര രസമാണ്. കുട്ടികളെക്കാളും തള്ളാരാണ് ഓടുന്നത് അങ്ങോട്ട് കൂടും. വേറെ ലെവല്. കുട്ടീനെ എടുത്ത് ഓടുന്നുണ്ട് തോന്നുന്നുണ്ട്. അതാ അതൊക്കെ കുട്ടീനെ വലിച്ചിട്ടാണ് പോണത്. നല്ല രസമാണിത്. മത്സരം എന്നുള്ളതിനേക്കാളും ഓരോ കാട്ടിക്കൂട്ടിലാണ് ഭയങ്കര രസമാണ്. കുറേ കുട്ടികളുണ്ട്. ഈ ചെറിയ കുട്ടികൾക്ക് മെയിനായിട്ട് ഈ മത്സരമാണ് തോന്നുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രാക്കിൽ 50 മീറ്ററിൻ്റെ ട്രാക്കിൽ റിലേ മത്സരം നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ പൊന്നു ഇനി റിലേക്കും കൂടിയാണുള്ളത്. അപ്പോൾ എന്തായാലും റിലേ മത്സരം തുടങ്ങി കഴിഞ്ഞു. സംഭവം സെറ്റ്. റെഡാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അയ്യോ, പൊന്നു കൊടുത്തത് മറ്റേ ചെക്കൻ വാങ്ങിയില്ല. എന്തായാലും തിരിച്ചെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ യെല്ലോ ഇപ്പോൾ തേർഡിലാണ് നിൽക്കുന്നത്. തേർഡിൽ തേർഡിന്ന് ആള് നല്ല സ്മാർട്ടായിട്ട് ഓടുന്നുണ്ട്. തേർഡിന്ന് സെക്കൻഡിലേക്ക് യെല്ലോ സെക്കൻഡ്. അപ്പോൾ പൊന്നു 4 3 സെക്കൻഡ് 1 തേർഡ്. അപ്പോൾ എന്തായാലും ഈ ചെറിയ കുട്ടികളെ ഈ ഒരു പരിപാടി കൂടി അവസാനിച്ച് കഴിഞ്ഞാൽ സമ്മാനദാനം ഉണ്ടാവും. അപ്പോൾ ഏകദേശം പരിപാടികൾ തീരാനായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല സ്മാർട്ടായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കണം.
അപ്പോൾ പരിപാടികൾ ഏകദേശം അവസാനിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനുശേഷം സമ്മാനദാനം. അപ്പോൾ സമ്മാനദാനം തുടങ്ങാനായിട്ട് ഇതാ ഫസ്റ്റും സെക്കൻഡും തേർഡും കയറി നിന്നിട്ടുണ്ട്. ഇത് 4ാം ക്ലാസ് കുട്ടികളുടെ സമ്മാനദാനമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സമ്മാനം കൊടുക്കുന്നത് കാണാം. അപ്പോൾ പൊന്നുവിൻ്റെ സമ്മാനത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 100 മീറ്ററിൻ്റെ സെക്കൻഡ് ആ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാവും സ്റ്റാൻഡിൽ കയറുന്നുണ്ട്. അപ്പോൾ 100 മീറ്റർ സെക്കൻഡ്. അപ്പോൾ അങ്ങനെ സമ്മാനദാനം ഏകദേശം കംപ്ലീറ്റ് ആവാനായി. അപ്പോൾ 3 സർട്ടിഫിക്കറ്റും 3 മെഡലും ഇപ്പോൾ പൊന്നിന് കിട്ടി. അപ്പം ഇനി 4ാമത്തെ റിലേൻ്റെത് സ്കൂളിൽ നിന്ന് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ സമയം ഒരുപാടായി, അതുകൊണ്ട് അവർ സ്കൂളിൽ നിന്ന് കൊടുക്കാമെന്ന് പറയുന്നത്. പിന്നെ അതല്ല, ഒരു വെയിലാണ്, കുട്ടികളൊക്കെ ഈ വെയിലും കൊണ്ട് സഹിച്ച് നിൽക്കുന്നതിനൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിലെ എല്ലാ ടീംസിനെയും ഗാലറിയിൽ എത്തിയിട്ടൊരു ഫോട്ടോ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പിരിയാന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം.